നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അത്ര വരില്ലെങ്കിലും ഞങ്ങൾ ആറന്മുളക്കാർക്കും ജലമേളയൊക്കെ ഉണ്ട് കേട്ടോ. ഉത്രട്ടാതി ജലമേളയാണ്. 52 കരകളിലെ 52 പള്ളിയോടങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:15 നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ആദ്യം ബി ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരവും പിന്നീട് എ ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരവും നടക്കും. പ്രവീൺ പുരുഷോത്തമനുണ്ട് ആറന്മുളയിൽ നിന്നും തത്സമയം. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. ഉത്രട്ടാതി ദിനമാണ്. ഉത്രട്ടാതി വള്ളംകളി ആറന്മുളയ്ക്ക് ആഘോഷവുമാണ്. മത്സരത്തിന്റെ ആവേശം എന്നതിനുമപ്പുറം ആചാരനിമിത്തമായിട്ടുള്ള ഒരു വള്ളംകളിയാണ് അവിടെ നടക്കുക. അപ്പോൾ ജലമേളയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തോന്നുന്നു. ഈ അടുത്ത മഴ പെയ്തതുകൊണ്ട് പമ്പയിൽ ജലനിരപ്പിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ പ്രവീൺ? എങ്ങനെ പള്ളിയോടങ്ങൾ ഒരുങ്ങിയോ? ഗുഡ് മോർണിംഗ് അരുൺ. ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇതാ ഇവിടെ കൂറ്റൻ പവലീനിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വഞ്ചിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇപ്പോൾ ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ കരക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇക്കുറി 52 പള്ളിയോടങ്ങളും ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവൻ പള്ളിയോടങ്ങളും മത്സരവള്ളംകളിയിൽ പങ്കെടുത്തിരുന്നില്ല. 52 പള്ളിയോടങ്ങളും ജലഘോഷയാത്രയിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും മത്സര വള്ളം കളിയിലേക്ക് പോവുക. മന്ത്രി കെ രാജനായിരിക്കും ഈ ഒരു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ജലഘോഷയാത്ര മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ജയസൂര്യ ആയിരിക്കും മുഖ്യാതിഥി ആവുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം രാവിലെ 9 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും കിടാവിളക്ക് ഈ സത്രക്കടവിലേക്ക് എത്തും. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് 10 മണിക്ക് ജില്ലാ കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്യും. ആ ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം 12:30യോടുകൂടി വിശിഷ്ട വ്യക്തികൾക്ക് അടക്കമുള്ളവർക്ക് ഇപ്രാവശ്യം നമ്മുടെ വള്ളസദ്യ നൽകിയതിന് ശേഷം 1:30യോടുകൂടി നമ്മുടെ ജലഘോഷയാത്ര ആരംഭിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. റേസ് കമ്മിറ്റി കൺവീനറുണ്ട്. അദ്ദേഹം മേൽനോട്ടത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. 51 പള്ളിയോടങ്ങൾ ഇപ്രാവശ്യം ഈ ജലമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ആടയാഭരണങ്ങൾ അണിഞ്ഞ് പമ്പയാറ്റിലേക്ക് ഇറങ്ങുമ്പോഴുള്ള നയനമനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി മധ്യ തിരുവിതാംകൂറിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആറന്മുള ദേശക്കാരുടെ ഇന്നത്തെ ഉത്സവമാണ് ഈ ഉത്രട്ടാതി ജലമേള. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 17 പള്ളിയോടങ്ങളും അങ്ങനെയാണല്ലോ പങ്കെടുക്കുന്നത്. എ ബാച്ചിലെ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിലെ 17 പള്ളിയോടങ്ങളും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:30 തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷം നടക്കുന്ന എ ബാച്ച് പള്ളിയോടങ്ങളുടെ ആദ്യം ബി ബാച്ചിൻ്റെയും പിന്നെ എ ബാച്ചിൻ്റെയും ജലഘോഷയാത്ര തുടങ്ങും. അതിനുശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടിങ്ങോടുകൂടി മത്സര വള്ളംകളി ആരംഭിക്കും. അരുൺ, ഇപ്പോൾ പമ്പാനദിയിലെ ജലനിരപ്പ് കൂടി കാണിച്ചു തരാം. ഇന്നലെ ജില്ലാ കളക്ടറുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ആ പമ്പാനദിയിൽ ജലനിരപ്പ് കുറയുകയാണെങ്കിൽ ഇവിടെയുള്ള ജില്ലയിലുള്ള ഡാമുകൾ അത് കുറച്ച് അതിൻ്റെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അതായത് ജലനിരപ്പ് ഇപ്പോൾ ആവശ്യത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഡാമുകൾ അതിൻ്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ജലനിരപ്പ് ആവശ്യത്തിനുണ്ട്. ഇത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഇവിടെയായിരിക്കും മത്സര വള്ളംകളിയിൽ 52 പള്ളിയോടങ്ങളാണ് പ്രവീൺ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. അങ്ങനെ ഉത്രട്ടാതി വള്ളംകളി ഇന്നാണ് ആറന്മുളയ്ക്ക്. വലിയ ആവേശം ആർത്ഥത്തിലില്ലെങ്കിലും ആചാരനിമിത്തമായിട്ടുള്ള ആഘോഷമാണ്. കാണാൻ കെങ്കേമമാണ് കേട്ടോ. ഇപ്പോൾ പമ്പയിൽ ജലനിരപ്പൊക്കെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ആറന്മുളയ്ക്ക് വരൂ. ഉത്രട്ടാതി വള്ളംകളിയൊക്കെ ഒന്ന് കാണും.